ഹലോ ഡിയേഴ്സ്, അസ്സാം വലൈക്കും. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ള വർക്കിൻ്റെ മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്നാണ് നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് തോന്നും ഇന്നും ഗിൽറ്റർ ഷീറ്റ് വെച്ചിട്ട് തന്നെയാണോ ചെയ്യണതെന്നുള്ളത്. അതെ, ഇന്നും ഗിൽറ്റർ ഷീറ്റ് വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. കാരണം അതേ സെയിം കളറിലും അതേ സെയിം പീസ് വെച്ചിട്ടുമാണ്. കാരണം നമുക്ക് ഒത്തിരി ആളുകൾക്ക് ഉണ്ടാവും ഒരു ഗിൽറ്റർ ഷീറ്റ് വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ബാക്കി ബാലൻസ് എന്ത് ചെയ്യും, വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നൊക്കെയുള്ള സംശയങ്ങളുണ്ടാവും. അപ്പോൾ അതും കൂടി ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഞാൻ ഇന്ന് അതേ സെയിം കളർ വെച്ചിട്ട് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചത്. കുറച്ച് ഡിസൈനിലെ മാറ്റങ്ങളുണ്ട്, കുറച്ചല്ല ഒത്തിരി ഡിസൈനിലെ മാറ്റങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കട്ടാക്കി എടുത്ത അതേ സെയിം മെത്തേഡിൽ നിങ്ങൾ കട്ടാക്കി എടുക്കുക. വീഡിയോ എല്ലാവരും ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ സ്കിപ്പ് ചെയ്യാതെ കാണാം. കാരണം ഒത്തിരി ലെങ്ത് ഉണ്ട്. പറയാൻ കാരണം നിങ്ങൾ വീഡിയോ സ്കിപ്പാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിലൊന്നും മനസ്സിലാവില്ല. ഇത് മേക്ക് ചെയ്ത് എടുത്തതിന് ശേഷമാണ് ഞാൻ ഇത് എയർ ബോയിലോട്ടും ആലിഗേറ്ററിലോട്ടും അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതും കൂടി ഇതിൽ ഞാൻ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. കാരണം സെപ്പറേറ്റ് ഒരു വീഡിയോ വേണ്ടല്ലോ വിചാരിച്ചിട്ടാണ് അതും കൂടി ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഞാൻ വീഡിയോയിൽ കാണിച്ച അതേ സെയിം മെത്തേഡിൽ തന്നെ നിങ്ങൾ കട്ടാക്കി കൊടുക്കുക. പ്രത്യേകിച്ച് അളവുകളോ കാര്യങ്ങളൊന്നുമില്ല. കൂടുതൽ വീതിക്ക് കട്ടാക്കാതെ ഇരുന്നാൽ മതി. വീതി കുറഞ്ഞാലും കുഴപ്പമില്ല. ഏകദേശം ഞാനിപ്പോൾ കട്ട് ചെയ്തിട്ടുള്ള അതേ സെയിം വീതി അത്രേ മതിയാവും. അതിൽ കുറയും വേണ്ട കൂടും വേണ്ട കേട്ടോ. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് ആ ഒരു മെറ്റീരിയൽസിൻ്റെ താഴെ ഭാഗത്തായിട്ട് ഒരു സൈഡിൽ ഒരു താഴെ ഭാഗത്തായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളതൊരു കോൺ ഷേപ്പിൽ മടക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. വളരെ സിമ്പിളാണ്. ഈ ഭാഗം നിങ്ങൾ കറക്റ്റായിട്ട് ഒന്ന് ശ്രദ്ധിക്കാമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഈ ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളത് താനെ എങ്ങനെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, എന്നിട്ട് നമ്മൾ ചെയ്യാൻ പോണത് ഞാനിപ്പോൾ കൈ വെച്ച് മടക്കി കൊടുക്കുന്ന ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗം ഉള്ളിലോട്ടാക്കിയിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കും. പിന്നെ ഗിൽറ്റർ ഷീറ്റ് വെച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഗിൽറ്റർ ഉള്ളിലോട്ട് സെയിം മെത്തേഡ് ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്നുണ്ടല്ലോ, ഗിൽറ്റർ ഷീറ്റിൻ്റെ ഗിൽറ്റർ ഉള്ളിലോട്ടായിട്ടാണ് നമ്മളിത് സ്റ്റാർട്ട് ആക്കിയിട്ടുള്ളത് അല്ലേ. അതേ സെയിം മെത്തേഡോട് കൂടി തന്നെ നിങ്ങൾ ചെയ്യണം കേട്ടോ. വീഡിയോയിൽ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ആ ഭാഗം നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട്. കാരണം ഫസ്റ്റിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി, ബാക്കിയുള്ളത് ഓക്കെ ആയിക്കോളൂ കേട്ടോ. ഈ ഫസ്റ്റ് ഭാഗം കുറച്ച് ടഫുള്ളതാണ്. അത് ഒന്ന് ശ്രദ്ധിച്ച് നിങ്ങൾ കറക്റ്റാക്കി ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിക്ക് തന്നെ ആ ഒരു ഫ്ലവർ ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, നമ്മൾ ആ മടക്കി കൊടുത്ത ഭാഗം ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കുക. എന്നതിന് ശേഷം ബാക്കി ഭാഗം ബാക്കിലോട്ട് ചുറ്റി കൊടുക്കുക. എന്നതിന് ശേഷം നമ്മൾ ഇപ്പോൾ ഈ ഒരു ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഗിൽറ്ററും ഗിൽറ്റർ ഇല്ലാത്ത ഭാഗങ്ങളും ഈ ഒരു ഫ്ലവറിലോട്ട് വരുന്നുണ്ട് എന്നതാണ്. നമ്മൾ പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ 2 ഐറ്റം മെറ്റീരിയൽസ് വെച്ചിട്ടാണ് ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളതെന്ന് നമുക്ക് തോന്നും. കാരണം ഗിൽറ്റർ ഇല്ലാത്ത ഭാഗവും ഗിൽറ്ററുള്ള ഭാഗവും ഒരേ ഫ്ലവർ തന്നെ വരുമ്പോൾ നമ്മൾ 2 പീസ് വെച്ചിട്ടാണോ ഇത് ചെയ്തിട്ടുള്ളതെന്നൊക്കെയുള്ള സംശയങ്ങളുണ്ടാവും. ഓക്കെ, അപ്പോൾ നല്ല ഭംഗി തന്നെ ഇതിൻ്റെ ഫൈനൽ നമുക്ക് എത്തിച്ചേരാൻ പറ്റിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളും അതുപോലെ ശ്രദ്ധിച്ച് ചെയ്യുക. ഈ ഫസ്റ്റിൽ കുറച്ചൊരു എന്താ പറയുക പിശകുണ്ടാവും, അത് കുഴപ്പമൊന്നുമില്ല. പിന്നെ അത് ശരിയായിക്കോളും. അത് നിങ്ങൾ ചെയ്യുമ്പോൾ ഒന്ന് കറക്റ്റായിട്ടൊന്ന് ചെയ്താൽ മതി. ഒന്ന് 2-3-4 തവണ ഞാൻ നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്ത് വീഡിയോയിൽ തന്നെ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ അതേപോലെ നിങ്ങളൊന്ന് റിപ്പീറ്റ് ചെയ്ത് കാണുക. എന്നതിന് ശേഷം നിങ്ങൾ ആ ഫസ്റ്റത്തെ ഭാഗം ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, വളരെ സിമ്പിളായിട്ട് തന്നെ ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ തൊട്ട് മുമ്പ് ഒരു വെള്ള പൗഡർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ, വീഡിയോയിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല. അത് നമ്മൾ കൊടുത്തിട്ടുള്ളത് നമ്മൾ കയ്യിൽ ഗ്ലൂ ആയി കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് നമ്മൾ ഈ ഗിൽറ്റർ ഷീറ്റൊക്കെ വെച്ച് വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ കയ്യിൽ ഗ്ലൂ ആയി കഴിഞ്ഞാൽ നമുക്ക് ആ പൗഡറിൽ നമ്മൾ വീട്ടിൽ യൂസ് ആക്കുന്ന ഏത് പൗഡറായാലും കുഴപ്പമില്ല, പൗഡറിലൊന്ന് കൈ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ കൈ തമ്മിൽ ഒട്ടിപ്പിടിക്കില്ല. പിന്നെ ആ ഗിൽറ്റർ നമ്മളെ കയ്യിലോട്ട് ഇല്ല. പക്ഷേ ആയിക്കഴിഞ്ഞാൽ നമ്മളെ കയ്യിലോട്ട് ഗിൽറ്റർ ഒട്ടാൻ ചാൻസ് ഉണ്ട്. അതില്ലാതിരിക്കാനും കൂടിയാണ് കേട്ടോ. ഞാൻ അത് യൂസാക്കണ മുമ്പ് എൻ്റെ മോൾ അതെടുത്ത് പോയിട്ടുണ്ട്. അപ്പോൾ പിന്നെ എനിക്കത് യൂസാക്കാനൊന്നും പറ്റിയിട്ടില്ല. നിങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെ ശ്രദ്ധിച്ച് ചെയ്യുക കേട്ടോ. ചില ആളുകളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു തൊട്ട് മുമ്പൊക്കെ എന്നോട്, ഗിൽറ്റർ ഷീറ്റ് വെച്ചിട്ട് ചെയ്യുമ്പോൾ ഗ്ലൂ ഒട്ടിച്ച് കൊടുക്കുമ്പോൾ ഗിൽറ്റർ നമ്മളെ കയ്യിലോട്ട് തന്നെ പോരുകയാണെന്നൊക്കെ. അപ്പോൾ അതിനുള്ളൊരു ടെക്നിക്കും കൂടിയാണ് കേട്ടോ. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഫെൽറ്റ് ഷീറ്റ് കുറച്ചധികം ഫ്ലവേഴ്സ് ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു ഹെയർ ബോക്ക് 3 ഫ്ലവറാണ് ഞാൻ ഇവിടെ ആക്കി വെച്ചിട്ടുള്ളത്. ബാക്കി 2 യെല്ലോയിലും ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഗോൾഡ് യെല്ലോ ആണ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഫെൽറ്റ് ഷീറ്റ് കട്ടാക്കി എടുത്തിട്ട് നമ്മൾ ഹെയർ ബോൻ്റെ ഉള്ളിലൂടെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. വളരെ സിമ്പിളായിട്ട് കുറച്ച് ഭാഗങ്ങളൊക്കെ ബാക്കി ഫ്ലവേഴ്സൊക്കെ മേക്ക് ചെയ്യണത് ഞാൻ കട്ട് ചെയ്ത് ഒഴിവാക്കിയതാണ് കേട്ടോ. കാരണം ഒത്തിരി ആയിക്കഴിഞ്ഞാൽ
നിങ്ങൾക്കും ചടക്കും, വോയിസ് കൊടുക്കണം എനിക്കും ചടപ്പായിരിക്കും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ അതിൻ്റെ ഒരു ഭാഗം പൊന്തിച്ച് കൊടുത്തിട്ട് താഴെ ഭാഗത്തായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഓക്കെ, വളരെ സിമ്പിളായിട്ട് അത് അവിടെ ഒട്ടിക്കോളും, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. അതേ സെയിം മെത്തേഡ് തന്നെ മറ്റേ ഭാഗത്തും നമ്മൾ ചെയ്തെടുക്കുക കേട്ടോ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഒട്ടുമിക്ക ആളുകളുടെ കയ്യിലും മെറ്റീരിയൽസ് അവൈലബിൾ ആയിട്ടുണ്ടാവും അല്ലേ, ഗ്ലിറ്റർ ഷീറ്റൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതുപോലൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. ചെയ്തിട്ട് നിങ്ങൾ അതിൻ്റെ റിസൾട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് എനിക്ക് ഫോർവേഡ് ചെയ്ത് തരിക. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒട്ടുമിക്ക കൂട്ടുകാരും കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലിൻ്റെ അയക്കേണ്ടല്ലോ, ചെറിയൊരു ബെല്ലിൻ്റെ ചിഹ്നം നിങ്ങൾക്ക് കാണാൻ പറ്റുമോ, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ അടിച്ചിടുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഇടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി ഇതിൻ്റെ മെറ്റീരിയൽസ് ഒന്നും ഇല്ലാത്ത ആളുകൾ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ അവർക്ക് ഞാൻ സ്ക്രീനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാതെ സ്ക്രീനിൽ തന്നെ കൊടുക്കാൻ കാരണം അതുകൊണ്ടാണ്, ഒത്തിരി ആളുകൾക്ക് ഡിസ്ക്രിപ്ഷൻ ഒന്നും നോക്കാൻ അറിയാത്തവരായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അവർ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്പർ കൊടുത്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ അവർ നമ്പർ തിരഞ്ഞു പിടിക്കാന്നല്ലാതെ അവർക്ക് നമ്പർ കിട്ടത്തുണ്ടാവില്ല. അങ്ങനത്തെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നമ്പർ സ്ക്രീനിൽ തന്നെ നേരിട്ട് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ബണ്ണിൻ്റെ മെറ്റീരിയൽസും എയർബോ മെറ്റീരിയൽസ്, അതുപോലെ ബീഡ്സ്, എയർ ഓയിൽ ഇതെല്ലാം വേണമെന്നുള്ള ആളുകൾ സ്ക്രീനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ അതിൻ്റെ ആ എയർബോ കാണുന്ന ഭാഗത്തായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് അതിലോട്ട് ഫ്ലവർ ഒട്ടിച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, നമ്മൾ പുറത്തുനിന്ന് റെഡിമെയ്ഡായിട്ട് വാങ്ങിയിട്ടുള്ള ഒരു ഫ്ലവറായി നമുക്ക് കിട്ടിയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം ഒന്നൊട്ടിച്ച് പിന്നെ അടുത്ത ഒന്നും കൂടി ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് താഴോട്ടൊക്കെ, അതൊക്കെ നമ്മൾ ഐഡിയക്ക് അനുസരിച്ച് നമ്മൾ ചെയ്യാം കേട്ടോ. ഞാൻ ചെയ്ത അതേ സെയിം മെത്തേഡിലൊക്കെ നിങ്ങൾക്ക് ചെയ്യണം താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ചെയ്യണം അതേപോലെ നിങ്ങൾ ചെയ്യാം. ഏകദേശം ഐഡിയ നിങ്ങൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ ബാക്കി നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. പിന്നെ ഇതേയൊക്കെ സെയിം മെത്തേഡിൽ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാലുള്ള അവസ്ഥ എന്താണെന്നറിയോ നിങ്ങൾക്ക്. ആദ്യം നിങ്ങൾ മക്കൾക്ക് ചെയ്യുക. ഞാൻ ഇന്നലെ അപ്ലോഡ് ആക്കിയിട്ടുള്ള വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് നമ്മൾ മക്കൾക്ക് വേണ്ടി ചെയ്യുക. മക്കൾ ഇനിയിപ്പോൾ പെൺമക്കളില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ആർക്കെങ്കിലും റിലേറ്റീവ്സ് നമ്മുടെ ഫാമിലിയിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ, അവർക്കൊന്ന് ചെയ്ത് കൊടുക്കുക. എന്നതിന് ശേഷം നമ്മളെക്കൊണ്ട് അത് പറ്റും എന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും സെയിൽ ചെയ്യാൻ നോക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ചെയ്ത് സെയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഹെയർ ബാൻഡിന് നിങ്ങൾക്ക് ഇടാൻ പറ്റുന്ന റേറ്റ് എത്രയെന്ന് ഞാൻ പറഞ്ഞിട്ടെ, 80 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഹെയർ ബാൻഡ് സെയിലാക്കാൻ പറ്റും. ഞാൻ 80 പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷേ എൻ്റെ കസ്റ്റമർ കൊടുക്കുന്നത് 85 അല്ലെങ്കിൽ 90 മാഷാ അല്ലാ, നല്ല കാര്യമാണ്. അവർക്ക് അതിന്മേൽ എത്രത്തോളം ലാഭം കിട്ടുന്നുണ്ട് എന്നുള്ളത് അവരാണ് തീരുമാനിക്കേണ്ടത്. അവർക്ക് മെറ്റീരിയൽസ് എടുത്തിട്ട് എല്ലാം. പിന്നെ ഒരുപാട് ആളുകൾ നമ്മളോട് ചോദിക്കുന്നുണ്ട് റേറ്റ് കാര്യങ്ങൾ, ഓരോ മേക്ക് ചെയ്തിട്ട് അതിന് എത്ര റേറ്റ് ഇടണം എന്ന് നമ്മളോട് ചോദിക്കാറാണ്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം, ഓരോരുത്തരോടായിട്ടും മെസ്സേജ് അയച്ച് ഞാൻ മടുത്ത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾക്ക് ഒരു വർക്ക് ഇപ്പോൾ ഏകദേശം ഈ ഒരു വർക്ക് ചെയ്യാൻ നിങ്ങൾക്ക് എത്രയാണ് രൂപ ചിലവ് വന്നിട്ടുള്ളതെന്ന് നിങ്ങൾ നോക്കണം. പറയണത് കറക്റ്റായിട്ട് മനസ്സിലാവേണ്ടതെന്ന് വിചാരിക്കണം. ഈ ഒരു ഹെയർ ബോ ചെയ്തെടുക്കാൻ നിങ്ങൾക്ക് ടോട്ടൽ എത്ര എമൗണ്ട് ആയിട്ടുണ്ടെന്ന് നിങ്ങൾ നോക്കണം. ഇതിൻ്റെ ഫ്ലവർ പിന്നെ നമ്മൾ ഗിൽറ്റർ ഷീറ്റ് വെച്ചിട്ടാണ് എങ്കിലും കൂടിയിട്ട് എല്ലാം നിങ്ങൾ നോക്കണം. നിങ്ങൾ സമയം, അതുപോലെ നിങ്ങൾക്കതിന് ചിലവായ മെറ്റീരിയൽസ് എല്ലാം നോക്കിയിട്ട് വേണം നിങ്ങൾ റേറ്റ്. എങ്കിൽ എന്താ പറയുക, ഓവർ റേറ്റ് അല്ലാതെയും നിങ്ങൾക്ക് ലാഭം കിട്ടുന്ന രീതിയിൽ. ഇപ്പോൾ ഏകദേശം ഒരു 25 രൂപ അല്ലെങ്കിൽ 20 രൂപ നിങ്ങൾക്കൊരു ഹെയർ ബാൻഡിന് ചിലവായിട്ടുണ്ടെങ്കിൽ ആ ഹെയർ ബാൻഡ് നിങ്ങൾക്ക് 35 രൂപക്ക് സെയിലാക്കാൻ പറ്റും. 15 രൂപ ലാഭത്തിന് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. മനസ്സിലാവുന്നുണ്ടോ? അതിൻ്റേതായിട്ടുള്ള രീതിയിലായിരിക്കണം ആളുകൾ വാങ്ങുമ്പോൾ. അത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നിങ്ങൾ വർക്ക് ചെയ്യുകയെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഏകദേശം നിങ്ങൾക്ക് 20 രൂപയാണ് ഒരു ഹെയർ ബോക്ക് ചിലവ് വന്നിട്ടുണ്ടെങ്കിൽ ആ ഹെയർ ബോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും 35 രൂപക്ക് സെയിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഫിനിഷിങ്ങോട് കൂടിയിട്ട് നിങ്ങൾ ചെയ്യുക. ഇപ്പോൾ ഞാൻ ഈ ചെയ്തിട്ടുള്ള ഹെയർ ബോ ഉണ്ടല്ലോ, ഇതൊരു 80 രൂപൻ്റെ ഹെയർ ബോ ആണ് കേട്ടോ. നിങ്ങൾ ഇതിൻ്റെ ഫൈനലിലോട്ട് വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എത്രത്തോളം
ഭംഗിയുണ്ട് എന്നുള്ളത്. പക്ഷേ നമ്മൾ ഹോൾസെയിലായിട്ട് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് 50 രൂപക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഹോൾസെയിലായിട്ട് കൊടുക്കുന്നതും റീറ്റെയിലായിട്ട് കൊടുക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം അതാണ്. അതിനിപ്പോൾ ബണ്ണിൻ്റെ മെറ്റീരിയൽസ് ആയാലും അങ്ങനെ തന്നെ കേട്ടോ. ചില ആളുകൾക്കുണ്ട് ബണ്ണിൻ്റെ മെറ്റീരിയൽസ് വാങ്ങിക്കഴിഞ്ഞാൽ ഇത് എങ്ങനെ വാങ്ങിയ പൈസ പോലും നമുക്ക് കിട്ടൂലല്ലോ എന്നൊക്കെ പറയും. പക്ഷെ നിങ്ങൾ ശ്രമിക്കാത്തതുകൊണ്ടാണ്. ഒരുപാട് ആളുകൾ ചെയ്തിട്ട് അവർക്ക് ലാഭം കിട്ടിയിട്ടുണ്ട്. പിന്നെ ഈ വെറുതെ ഒന്നും അറിയാതെ ചാടി കയറി വരുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസ് കാര്യങ്ങൾ അറിഞ്ഞതിന് ശേഷം മാത്രം ചെയ്യുക. അല്ലാണ്ടെങ്കിൽ നിങ്ങൾ നമ്മൾ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. കാണാതെ നിങ്ങൾ വെറുതെ പിക്ചർ കണ്ടതിന് ശേഷം ഓടിച്ചാടി പുറപ്പെട്ട് വരാതിരിക്കുക. കാരണം നമ്മളെ സമയം നിങ്ങൾ മെനക്കെടുത്താതിരിക്കുക. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ നിങ്ങൾ യൂസ് ആക്കുക നമ്മളുടെ സമയം. നിങ്ങളുടെ സമയം വിലപ്പെട്ടതാണ്, എൻ്റെ സമയം വിലപ്പെട്ടതാണ്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, എല്ലാവരെ കുറിച്ചല്ല പറയണത്. 1-2 ആളുകൾ, അത് എല്ലായിടത്തും ഉണ്ടാവുമല്ലോ അല്ലേ, എല്ലാ ഒരു സംഭവത്തിലും ഉണ്ടാവും, ഏതൊരു ബിസിനസ്സിലായാലും ഉണ്ടാവും 1-2 ആളുകൾ. അപ്പോൾ നമ്മളത് മൈൻഡ് ആക്കാറില്ല. അപ്പോൾ അതിൻ്റെ കറക്റ്റ് റിസൾട്ടാണ്ട് അവർക്കാണ്ട് അയച്ചു കൊടുത്തപ്പോൾ പിന്നെ അവർ അതിൻ്റെ യാതൊരു അഡ്രസ്സും ഇല്ല കേട്ടോ. ഒരു ചോദിച്ചതേ ഭാവിക്കാത്ത രൂപത്തിൽ അവർ പോയിട്ടുണ്ട്. പേരും കാര്യങ്ങളൊന്നും ഞാൻ പറയാൻ ഉദ്ദേശിക്കണില്ല. അപ്പോൾ അങ്ങനത്തെ ആളുകൾ ശ്രദ്ധിക്കുക. നിങ്ങളെപ്പോലെ ഒരു സ്ത്രീ തന്നെയാണ് ഞാനും വീട്ടിലിരുന്ന് ചെയ്യുന്ന സംരംഭമാണ്. എത്രത്തോളം നമ്മൾ എഫേർട്ട് എടുക്കുന്നുണ്ടോ അത്രത്തോളം നമ്മളെ ബിസിനസ്സിൽ നമുക്ക് വിജയിക്കാൻ പറ്റും. അല്ലാതെ നമ്മൾ മറ്റൊരാളെ കണ്ടീഷനോട് കൂടിയിട്ടല്ല നമ്മളൊരു സംഭവത്തിന് വില ഇടേണ്ടത്. നമ്മൾ ചെയ്യുന്ന വർക്കിന് മറ്റൊരാൾ വില നിശ്ചയിച്ചിട്ടല്ല നമ്മൾ ചെയ്യേണ്ടത്. നമ്മളാണ് നമ്മളെ കാര്യം തീരുമാനിക്കേണ്ടത്. അല്ലാതെ മറ്റൊരാളെ തീരുമാനത്തിലല്ല നമ്മൾ നിൽക്കേണ്ടത്. അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളൊരു ബിസിനസ് ചെയ്യാൻ താല്പര്യമുണ്ടോ എങ്കിൽ നിങ്ങൾ ചെയ്യുക. അത് വേറൊരാൾ വില ഇട്ട് തന്നിട്ട് നിങ്ങളത് സെയിൽ ചെയ്യാൻ നോക്കരുത്. കാരണം നിങ്ങൾക്ക് നഷ്ടമില്ലാത്ത രീതിയിൽ എങ്ങനെയൊക്കെ സെയിലാക്കാൻ പറ്റും അത് നിങ്ങൾ ചിന്തിക്കുക. എന്നതിന് നിങ്ങൾ നല്ല രീതിക്ക് തന്നെ സെയിലാക്കാൻ നോക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ എത്രത്തോളം എഫേർട്ട് എടുക്കുന്നുണ്ട് അത്രത്തോളമായിരിക്കും നമ്മളെ ബിസിനസ് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് നിങ്ങൾ കണ്ടില്ലേ, ഇതാണ് ഇതിൻ്റെ ഒരു ഫൈനൽ റിസൾട്ടിലോട്ട് വന്നിട്ടുള്ള ഒരു ഡിസൈൻ കേട്ടോ. അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയി കാണുന്നത് വരെ ബൈ.